നിങ്ങളുടെ അച്ഛൻ നാട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് 3-4 ദിവസമായല്ലോ. തിരിച്ചു പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഓരോരുത്തർക്കും പലതരം ആഹാരം വെച്ച് വിളമ്പാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. നിങ്ങളുടെ അച്ഛനാണെങ്കിൽ ഉപ്പും എരിവും എണ്ണയും ഒന്നും പാടില്ല. നിങ്ങൾക്കും മക്കൾക്കും അത് കൂടിയേ തീരൂ. ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്, അല്ലാതെ റോബോട്ടൊന്നും അല്ല. ഭർത്താവിന് മുന്നിൽ പരാതിയുടെ കെട്ടഴിച്ചുകൊണ്ട് ശ്രീദേവി ഉറഞ്ഞു തുള്ളി. നീ മനുഷ്യ സ്ത്രീ അല്ലടി, പിശാചാണ്. അയാൾ ഭാര്യ കേൾക്കാതെ പുലമ്പി. എന്തോന്നാ മനുഷ്യ പിറുവിറുക്കുന്നത്? ദേ, അച്ഛനെ എത്രയും വേഗം പറഞ്ഞു വിട്ടേക്കണം, അല്ലെങ്കിൽ എൻ്റെ തനിക്കോണം അങ്ങനെ കാണും. നീ ഒന്ന് അടങ്ങ് ദേവി. പെട്ടെന്ന് എങ്ങനെയാ ഇറങ്ങിപ്പോകാൻ പറയുന്നത്? ഞാൻ അച്ഛനെ മട്ടത്തിൽ പറഞ്ഞു വിട്ടോളാം. അത് കേട്ട് നീരസത്തോടെ അയാളുടെ ഭാര്യ ചാടിത്തുള്ളി അടുക്കളയിലേക്ക് പോയി. വരാന്തയിലെ ചാരുകസേരയിൽ കിടന്ന് എല്ലാം കേട്ടുകൊണ്ടിരുന്ന ആ വൃദ്ധൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഭാര്യ മരിച്ചതിനു ശേഷം തറവാട്ടിൽ തനിച്ചായി പോയ അയാൾക്ക് ഒറ്റപ്പെടൽ വല്ലാത്തൊരു വേദനയും ഭയവും തീർത്തിരുന്നു. മകൻ വിളിച്ച് കൂടെ നിർത്തുമെന്ന പ്രതീക്ഷ അസ്തമിച്ചപ്പോഴാണ് തനിച്ച് ജീവിച്ചു മടുത്ത ആ വൃദ്ധൻ മകൻ്റെ കുടുംബത്തോടൊപ്പം കഴിയാൻ അവിടേക്ക് വന്നത്. പക്ഷേ ഭാര്യയെ പേടിയുള്ള മകൻ തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുമെന്ന് അയാൾക്ക് മനസ്സിലായി. കുറച്ചു കഴിഞ്ഞപ്പോൾ മകൻ ബൈക്കുമെടുത്ത് പുറത്തേക്ക് പോകുന്ന കണ്ട വൃദ്ധൻ അടുക്കളയിലേക്ക് ചെന്നു. മനോജ് ജോലി സ്ഥലത്തേക്ക് പോയതാണോ മോളെ? ഉടനെ വരില്ലായിരിക്കും അല്ലേ? ആർക്കറിയാം, പോയപ്പോൾ ചോദിക്കാൻ വയ്യായിരുന്നോ? നിർദ്ദയമായിരുന്നു ശ്രീദേവിയുടെ മറുപടി. അല്ല, അവൻ ഉടനെയൊന്നും വരില്ലെങ്കിൽ എനിക്ക് മോളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണാവോ? ഇവിടെ നിന്നോട്ടേന്നായിരിക്കും, പുച്ഛത്തോടെ ചിറി കൂട്ടി ശ്രീദേവി ചോദിച്ചു. മോൾ അറിഞ്ഞു കാണില്ലെന്ന് എനിക്കറിയാം. നീ അവനോട് ചോദിക്കാനൊന്നും നിൽക്കണ്ട. അവൻ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വന്ന് ആ വീട് സ്ഥലവും വിറ്റിട്ട് ആ പൈസ അവന് കൊടുക്കാൻ പറഞ്ഞു. അവനെന്തോ ബിസിനസ് ചെയ്യാനാണത്രേ. ഞാൻ ചോദിച്ചു, ഇത് ശ്രീദേവി അറിഞ്ഞതാണോ എന്ന്. ഇല്ല, നീ അറിഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് അവൻ പറഞ്ഞു. പക്ഷേ എൻ്റെ സ്വത്ത് നിനക്ക് ബിസിനസ് ചെയ്ത് നശിപ്പിക്കാനുള്ളതല്ലെന്നും അതെൻ്റെ ചെറുമക്കൾക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിരിക്കുകയാണെന്നും പറഞ്ഞപ്പോൾ അവൻ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. മോളെ, ഞാൻ പറഞ്ഞതല്ലേ ശരി? അവൻ ഇതിനു മുൻപും കുറേ ബിസിനസ് ചെയ്ത് എൻ്റെ കുറേ കാശ് നശിപ്പിച്ചതാണ്. അതുകൊണ്ട് അവന് ഞാൻ 10 പൈസ കൊടുക്കത്തില്ല. പക്ഷെ മോള് ചോദിച്ചാൽ ഞാൻ കണ്ണുമടച്ച് മോളുടെ പേർക്ക് ആ വീട് സ്ഥലവും എഴുതി തരും. പക്ഷേ മോൾ എന്നോട് അങ്ങനെ ചോദിക്കില്ലെന്ന് എനിക്കറിയാം. കാരണം മോൾ തറവാടിയാണ്. സ്വത്തിനോടും മുതലിനോടും ഒന്നും മോൾക്ക് അത്യാഗ്രഹമില്ലെന്ന കാര്യം ഈ അച്ഛനറിയാം. എനിക്ക് ഈ ലോകത്താകെ വിശ്വാസമുള്ളത് എൻ്റെ ശ്രീദേവി മോളെ മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ കാലശേഷം ആ വീട് സ്ഥലവും മോളുടെയും കുട്ടികളുടെയും പേർക്ക് എഴുതി വെച്ചിട്ട് മരിക്കണമെന്ന ആഗ്രഹം മാത്രമേ ഇപ്പോൾ അച്ഛൻ്റെ മനസ്സിലുള്ളൂ. എന്നാൽ ശരി മോളെ, അച്ഛൻ ഇറങ്ങുക. അവൻ വരുമ്പോൾ ഞാൻ പോയെന്ന് പറഞ്ഞേക്ക്. പിന്നെ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊന്നും അവൻ ഒരിക്കലും അറിയരുത് കേട്ടോ. അത്രയും പറഞ്ഞ് അയാൾ പോകാനിറങ്ങി. അയ്യോ, അച്ഛനത് എങ്ങോട്ട് പോവുക? അവിടെ ചെന്ന് ഒറ്റയ്ക്ക് നിൽക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അച്ഛനിനി എങ്ങോട്ടും പോകണ്ട, ഇവിടെ നിന്നാൽ മതി. അയ്യോ മോളെ, എനിക്ക് പത്യമൊക്കെ ഉള്ളതാണ്. മോൾക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാകും. എന്ത് ബുദ്ധിമുട്ട്? എൻ്റെ സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ് ഞാൻ ഏട്ടൻ്റെ അച്ഛനെയും കാണുന്നത്. അതെനിക്കറിയാം. മോളുടെ നല്ല മനസ്സാണെന്ന്. വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സ്വത്ത് എഴുതി തരാൻ പറഞ്ഞേനെ. എങ്കിൽ മോളൊരു കാര്യം ചെയ്യും, അച്ഛൻ ഇത്തിരി പൊടിയരി കഞ്ഞിയും ചെറുപയർ തോരനും ഉണ്ടാക്കിത്താ. നല്ല വിശപ്പുണ്ട്. ദേ, ഇപ്പം കൊണ്ടുതരാച്ച. അച്ഛൻ വരാന്തയിൽ പോയിരുന്നു വിശ്രമിച്ചോളൂ. മരുമകൾ തന്നോട് അനുഭാവത്തോടെ സംസാരിച്ചിട്ട് അടുക്കളയിലേക്ക് പോയപ്പോൾ ആ വൃദ്ധൻ്റെ ഉള്ളിൽ ചിരി പൊട്ടി. ഇനി കുറേ നാളത്തേക്ക് നീ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുകയില്ല, എന്നെ പൊന്നുപോലെ നോക്കുകയും ചെയ്യുമെന്ന് എനിക്കറിയാം മോളെ. നിന്നെക്കാ 10-30 ഓണം കൂടുതലുണ്ടവനാണ് ഈ രാമനാഥൻ. അയാൾ ഊറി ചിരിച്ചുകൊണ്ട് പിറുപിറുത്തു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.